Hi friends, once again welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഹൽവയാണ്. ധാരാളം കാൽഷ്യവും ഇരുമ്പും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയ റാഗി അല്ലെങ്കിൽ മുത്താറി ഉപയോഗിച്ച് ഈ ഹൽവ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ആദ്യമായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് 200 ഗ്രാം ശർക്കര 2 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. മെൽറ്റ് ചെയ്ത ശർക്കര ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് വെക്കുക. അടുത്തതായി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂസ് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ 25 ഗ്രാം കാഷ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. 3/4 കപ്പ് റാഗിപ്പൊടിയും 1/4 കപ്പ് ഗോതമ്പ് പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി 170 ഗ്രാം തൂക്കമുണ്ട്. കാഷ്യൂസ് ഫ്രൈ ചെയ്ത് ബാക്കി വന്ന നെയ്യിലേക്ക് ഈ പൊടികൾ ഇട്ട് ചെറുതീയിൽ 3-4 മിനിറ്റ് വറുത്തെടുക്കുക. വറുത്ത റാഗിപ്പൊടി നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര പാനിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് മിക്സായി കഴിഞ്ഞാൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് അടുപ്പ് ഓൺ ചെയ്യാം. ഇത് പെട്ടെന്ന് കട്ടിയാവാൻ തുടങ്ങും. ലോ ഫ്ലെയിമിൽ ഇത് വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെ ഇളകി വരുന്ന സ്റ്റേജിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒഴിച്ച നെയ്യ് മുഴുവനും ഈ ഹൽവ മിക്സിലേക്ക് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യും ഇതിലേക്ക് ഇളക്കി യോജിപ്പിക്കുക. ഹൽവ ഏതാണ്ട് പാകമായി കഴിഞ്ഞു. ഇതുപോലെ കൈകൊണ്ട് ഉരുട്ടിയെടുക്കുവാൻ പറ്റുന്ന സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സ്റ്റേജിൽ വേണ്ടത്ര കട്ടി ഉണ്ടാവില്ല. കുറച്ചുകൂടി കട്ടിയായ ഹൽവയാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി ഇത് വേവിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒപ്പം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസ് കൂടി ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് അടുപ്പിൽ നിന്ന് വാങ്ങാം. നെയ്യ് തടവി വെച്ച് മോൾഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്ത ഹൽവ തണുത്ത ശേഷം മുറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ ഹൽവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.